ഡിക്റ്റേറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ച് നാടിനുവേണ്ടി ഇന്നലെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ മഹത്തായ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ നമ്മുടെ പ്രിയങ്കരനായ MP ബെന്നി ബെഹാനൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും അധികൃതർക്കും ഡിക്റ്റേറ്റീവ് ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ ഏറെ സന്തോഷം നൽകുന്ന ഈ വികസന നേട്ടത്തിനൊപ്പം നാടിനെ ഒന്നടങ്കം സങ്കടപ്പെടുത്തുന്നതും പ്രതിഷേധാർഹവുമായ ഒരു വലിയ ആക്ഷേപം കൂടി ഇപ്പോൾ ഉയരുകയാണ്. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമായും നീണ്ടുനിവർന്നു കിടക്കുന്നത് അങ്കമാലി നഗരസഭയിലെ 27, 28 എന്നീ 2 വാർഡുകളിലായാണ്. ഇതിൽ യാത്രക്കാർ കയറിവരുന്ന പ്രധാന കവാടം, ടിക്കറ്റ് കൗണ്ടർ, റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോളിംഗ് പാനൽ റൂം, സ്റ്റേഷൻ മാസ്റ്ററുടെ മുറി, പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന ഫ്ളൈ ഓവർ അഥവാ ഓവർബ്രിഡ്ജ്, ചമ്പന്നൂർ ഭാഗത്തുള്ള റെയിൽവേ ഗേറ്റ് തുടങ്ങിയ സ്റ്റേഷന്റെ ഭൂരിഭാഗം ഹൃദയഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്നത് 27-ാം വാർഡിലാണ്. റെസ്റ്റോറന്റും റെസ്ട്രൂമും ബാത്റൂമും ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് 28-ാം വാർഡിലുള്ളത്. ഇവിടെയാണ് ജനാധിപത്യ സംവിധാനങ്ങളെയാകെ ലജ്ജിപ്പിക്കുന്നൊരൊഴിവാക്കൽ സംഭവിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ കൺട്രോളിംഗ് പാനലും ടിക്കറ്റ് കൗണ്ടറുമെല്ലാം സ്ഥിതി ചെയ്യുന്ന 27-ാം വാർഡിലെ ജനപ്രതിനിധിയും കൗൺസിലറുമായ കെ. ഷെറിന് ഉദ്ഘാടന ചടങ്ങിന്റെ പ്രധാന വേദിയിൽ ഇരിപ്പിടം നൽകാതെ പൂർണ്ണമായും ഒഴിവാക്കിയെന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ വിവാദം. ഇത്തരം പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾക്ക് മുന്നോടിയായി സ്ഥലം MPയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ ഒരു ഉപദേശക സമിതി പ്രവർത്തിക്കാറുണ്ട്. ചടങ്ങിലേക്ക് ആരെയൊക്കെ ക്ഷണിക്കണം എന്ന ലിസ്റ്റ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന് നൽകുന്നത് ഈ ഉപദേശക സമിതിയാണ്. അതുകൊണ്ടുതന്നെ സ്ഥലം MPയാണോ അതോ നഗരസഭയാണോ ബോധപൂർവം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമല്ല. കെ. ഷെറിൻ ഒരു ഇടതുപക്ഷ കൗൺസിലർ ആയതുകൊണ്ടു മാത്രമാണ് ഈ രാഷ്ട്രീയ വിവേചനം കാണിച്ചതെന്ന ശക്തമായ ആക്ഷേപമാണ് ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ നിന്നും ഉയരുന്നത്. ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങളും അധ്യക്ഷപദവിയും നൽകാതിരിക്കുന്നത് കടുത്ത പ്രോട്ടോക്കോൾ ലംഘനമാണ്. നഗരസഭയിലെ എല്ലാ കൗൺസിലർമാർക്കുമായി ചെയർപേഴ്സൺ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പൊതുവായൊരു അറിയിപ്പ് നൽകിയിരുന്നു എന്നത് ശരിയാണ്. അതിൻപ്രകാരം എല്ലാവരും ചടങ്ങിലെത്തിയിരുന്നു. കൂടാതെ മുൻപ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നഗരസഭ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളിലടക്കം വളരെ സജീവമായി പങ്കെടുത്ത, ജനങ്ങളോടെപ്പോഴും ഇടപഴകുന്ന സൗമ്യമുഖമുള്ള ഒരു ജനപ്രതിനിധിയാണ് കെ. ഷെറിൻ. അതുകൊണ്ടുതന്നെ ഈ ചടങ്ങിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത് കെ. ഷെറിൻ എന്ന വ്യക്തിയെ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തെ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത 27-ാം വാർഡിലെ മുഴുവൻ കുടുംബങ്ങളെയും വോട്ടർമാരെയുമാണ് അപമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമനടപടികളുമായി മുന്നോട്ടു പോകേണ്ടതുണ്ട്. അങ്കമാലി നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേരുകയും ജനപ്രതിനിധിയെ ഒഴിവാക്കിയ റെയിൽവേയുടെയും ഉപദേശക സമിതിയുടെയും ഈ പ്രോട്ടോക്കോൾ ലംഘനത്തിനെതിരെ ഔദ്യോഗികമായി അടിയന്തര പ്രമേയം പാസാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെയും തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജരെയും ADRM രേഖാമൂലം പ്രതിഷേധം അറിയിക്കേണ്ടതുമുണ്ട്. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന കെ. ഷെറിന്റെ 27-ാം വാർഡിൽ നിന്നും ഡിക്റ്റേറ്റീവ് ന്യൂസിനുവേണ്ടി സ്വന്തം റിപ്പോർട്ടർ.